നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത കേരളം ഈ വടക്കുംനാഥന്റെ മുന്നിൽ നിന്നാണ്. സാധാരണ എല്ലാവരും രാവിലെ കാണാൻ ആഗ്രഹിക്കുന്ന, വരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എല്ലാ പ്രേക്ഷകർക്കും അറിയാം. സാധാരണ ഈ വടക്കുംനാഥന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് തൃശ്ശൂർ പൂര ദിവസത്തിലായിരിക്കും. പക്ഷെ ഇന്ന് ഒരു ചെറിയ പൂരം നടക്കുകയാണ്. അതായത് BJPയെ സംബന്ധിച്ച്, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഈ തൃശ്ശൂരിനെ കൂടുതൽ ആകർഷകമാക്കുമെന്നത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. പ്രത്യേകിച്ചും BJP പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശമുണ്ടാക്കുന്ന കാര്യം. BJP ഒരുക്കുന്ന, അതായത് മഹിളാ സംഗമത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ പരിപാടികൾ, റോഡ് ഷോ ഉണ്ട്, അങ്ങനെ നിരവധി പരിപാടികളുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകത. അതുപോലെ നിരവധി വാർത്തകളുണ്ട്. ഇന്ന് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള മന്ത്രിസഭാ യോഗമാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നുമുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിന്റെ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയിട്ടില്ല. അതിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടു. അതായത് മണിപ്പൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട എന്തുകൊണ്ടാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ആ യോഗത്തിൽ പോയത്, അതിനെ വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതും പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞതുമെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അത് തെറ്റിദ്ധരിച്ചതുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അങ്ങനെ നിരവധി വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ആദ്യം എന്തൊക്കെയാണ് ഇന്നത്തെ തലക്കെട്ടുകളെന്ന് നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിയോടൊപ്പം എന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അങ്ങനെ നിരവധി വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം. പ്രത്യേകിച്ചും തൃശ്ശൂരാണ് ഇന്ന് വാർത്താ കേന്ദ്രമാകുന്നത്. നമ്മളോടൊപ്പം വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, ഇന്ന് BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആവേശമുണ്ടാക്കുന്നൊരു ദിവസമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടി. പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും മോദി കേരളത്തോട് പറയുക എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. പ്രധാനമായും നമുക്കറിയാം, തൃശ്ശൂർ പോലുള്ള ഒരു സാംസ്കാരിക നഗരിയിൽ പ്രധാനമന്ത്രി എത്തുക, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് BJP പ്രവർത്തകർ. അതിൽ പ്രധാനമായും ഒന്ന്, ആരായിരിക്കും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു പക്ഷേ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത് BJP നേതാക്കൾക്കും അതുപോലെ തന്നെ അണികൾക്കും ഒക്കെയുള്ള കാര്യമാണ്. സുരേഷ് ഗോപി തന്നെയായിരിക്കും. മറിച്ച് ഒന്നുണ്ടാവാൻ സാധ്യത കുറവാണ്. സുരേഷ് ഗോപിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതിന് നമ്മൾ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. 2 മണിയോടുകൂടി കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുക. അതിനുശേഷം കാർ മാർഗം ജില്ലാ ആശുപത്രിയിലെത്തും, ജില്ലാ ആശുപത്രി പരിസരത്തെത്തും. അവിടെ നിന്ന് റോഡ് ഷോ ഉണ്ടാവും. റോഡ് ഷോ കൃത്യം 3 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ടിൽ സമാപിക്കും. അതിനുശേഷം 3 മണി മുതൽ 4 മണി വരെയാണ് പൊതുസമ്മേളനം. ഈ പൊതുസമ്മേളനത്തിൽ 1 ലക്ഷം വനിതകൾ പങ്കെടുക്കും എന്നാണ്. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വനിതകളെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്തായാലും വനിതകൾക്ക് മാത്രമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണമുള്ളത്. പക്ഷേ റോഡ് ഷോയിൽ പരമാവധി BJP പ്രവർത്തകരും മറ്റുള്ള ആളുകളും
പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക, താളമേള വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു രീതിയിൽ ഒരു പൂരം എന്നും നമുക്ക് പറയാൻ കഴിയില്ല, പൂരം വേറൊരു ലെവലാണ്, എങ്കിൽ പോലും ആ രീതിയിലേക്ക് തൃശ്ശൂരിനെ ഒന്ന് ഇളക്കി മറിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി എന്തായാലും BJPക്കുണ്ട്. കാരണം ഇങ്ങനെയൊരു സാധാരണ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി വരാറുണ്ട്, പരിപാടി പരമാവധി കൊഴുപ്പിക്കാറുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിൽ ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യഘട്ട ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെ കാണണം എന്ന് തന്നെ BJP നേതാക്കളും പറയുന്നത്. തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പലപ്പോഴായി നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഓരോ തവണയും സുരേഷ് ഗോപിയുടെ രംഗത്തെത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ എടുക്കുമെന്ന് പറയും. അത് പിന്നീട് ട്രോളായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ തൃശ്ശൂർ എടുക്കുമെന്ന് ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അത്രയേറെ ആത്മവിശ്വാസം BJP പ്രവർത്തകർക്ക്, BJP അണികൾക്കുണ്ടാകുമെന്ന് കണക്ക് കൂട്ടാമോ? അതിൽ പ്രധാനമായ കാര്യം വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിലാണ് BJPയെ കാണുന്നത്. കാരണം നമുക്കറിയാം പ്രതിപക്ഷ മുന്നണികളെല്ലാം അത്രത്തോളം ശക്തമല്ല, പ്രതിപക്ഷ പാർട്ടികളൊന്നും അത്രത്തോളം ശക്തമല്ല, പ്രതിപക്ഷത്തിൽ മുന്നണിയിൽ തന്നെ അസ്വാരസ്യങ്ങളും എല്ലാം ഉണ്ട്. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ജയിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകുക, അത് സുരേഷ് ഗോപി ആയിരിക്കുക, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും, ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ BJP തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും, ഈ നാടിൻ്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചില പൊടിക്കൈകളൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഫണ്ട് നൽകുന്നു, അല്ലെങ്കിൽ അവിടെ ആളുകളെ സഹായിക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വിഭാഗം അകത്തളങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപി എന്നുള്ള വികാരം നിലനിൽക്കുന്നു ഒരു പരിധി വരെ എന്നുള്ളത് സത്യമാണ്. അത് പരമാവധി മുതലെടുക്കുക എന്നുള്ളൊരു തന്ത്രം BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് നമ്മൾ കൃത്യമായി തന്നെ സൂക്ഷ്മമായി തന്നെ നമ്മൾ ഈ മണ്ഡലത്തിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ BJP കയറി വരണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും BJPയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. അതാണ് വിനേഷ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം പകുതിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. അന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് അടുക്കുന്നു എന്നത്. പിന്നീട് മണിപ്പൂർ കലാപമുണ്ടാകുന്നു, ക്രൈസ്തവ സഭയും BJPയും തമ്മിൽ വലിയൊരു അകൽച്ച സംഭവിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു. അവിടെ ഈ സഭയും BJPയും തമ്മിലുള്ളൊരു മഞ്ഞുരുക്കമുണ്ടായി എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ അത് CPM കേരളത്തിൽ വലിയ ചർച്ച ചെയ്തു. കോൺഗ്രസും അതിനെ രാഷ്ട്രീയ ആയുധമാക്കി. കാരണം സഭയ്ക്കെതിരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു. അതായത് വേട്ടക്കാരായ BJPക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തത് വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. പക്ഷേ അവിടെയും നമുക്കൊരു പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ഒരു പശ്ചാത്തലം, തൃശ്ശൂരിൽ ഒരു 20% ഈ ലോക്സഭാ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടേറെ നിർണായകമാണ്. വിജയം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ആ പരമ്പരാഗതമായി UDFന് കിട്ടുന്ന ഒരു വോട്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ട്. അതിൽ ഒരു വലിയ രീതിയിൽ ചലനമുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണോ BJP കണക്കുകൂട്ടുന്നത്? തീർച്ചയായും അതിൽ ഒരു പകുതി ശതമാനം വോട്ട് ലഭിച്ചാൽ പോലും ജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് മറ്റു വോട്ടുകളാണ് തീരുമാനിക്കുക. കാരണം നമുക്ക് തൃശ്ശൂർ പോലുള്ളൊരു സ്ഥലത്ത് BJPയുടെ പരമ്പരാഗത വോട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം തന്നെ വലിയ രീതിയിൽ വോട്ട് മറിയണം BJPക്ക്. അപ്പോൾ അതിൽ സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ട് കിട്ടുന്ന വോട്ടുകൾ ഉണ്ട്. അതുകൂടാതെ BJPയുടെ കേഡർ വോട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ വലിയ തോതിൽ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ മറിയേണ്ട ഒരു ആവശ്യം വരുന്നു. സാധാരണ നിലയിൽ CPMലും CPIയിലും ഒന്നും ഒരു കേഡർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വളരെ ഐഡിയോളജിക്കലായ പാർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് അല്ലെങ്കിൽ CPM ഒന്ന് LDFൽ നിന്ന് കാര്യമായൊരു വോട്ട് എന്തായാലും BJPക്ക് മറിയാനുള്ളൊരു സാധ്യതയില്ല. അതിൽ നിന്ന് ചിലപ്പോൾ ഈ ആടിക്കളിക്കുന്ന വോട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് ഒരു പരിധിവരെ ഒരു ലഭിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് കേഡർ വോട്ടുകൾ ലഭിക്കില്ല. ആ കേഡർ വോട്ടുകൾ ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടാവണം. ഒപ്പം തന്നെ സഭയുടെ പൂർണ്ണമായ എല്ലാ സഭകളും, കത്തോലിക്ക സഭ മാത്രമല്ല മറ്റുള്ള സഭകളുടെ എല്ലാം തന്നെ പൂർണ്ണമായ അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ
അത്തരത്തിൽ വ്യാപകമായി തന്നെ വോട്ടുകൾ വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും സുരേഷ് ഗോപിയുടെ ഒരു സാധ്യത നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഒരു പ്രചാരണത്തിന്റെ ഒരു ഘട്ടം പോലും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഒരു പ്രചാരണത്തിന്റെ ഒരു തീ കൊളുത്തുക എന്നല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്ക് അറിയാം, ഇനി സൂചിപ്പിച്ചല്ലോ, പൂരത്തിന് സമാനമല്ല, പക്ഷേ എന്തായാലും BJPയെ സംബന്ധിച്ചൊരു പൂരമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. കാരണം മാക്സിമം ഒരു കേരളത്തെ ഇളക്കി മറിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് BJPയുടെ ആശയങ്ങൾ, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതൊക്കെ രാഷ്ട്രീയ കേരളം എന്തായാലും ഉറ്റുനോക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂരിലെ ഈ കാഴ്ച സാധാരണ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളതാണ്. പക്ഷേ ഇന്ന് കൃത്യമായും പോലീസിന്റെ ഒരു കനത്ത സുരക്ഷയുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്. നഗരം രാവിലെ ഒരു 10 മണിയോട് കൂടിയും ഇവിടെ ഒരു പരിധിവരെയും പോലീസിന്റെ നിയന്ത്രണത്തിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയതാണ്. ഉച്ചയ്ക്ക് ശേഷം മുതൽ പോലീസ് കനത്ത പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാരായ ധനേഷും പ്രജിത്തും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ വലിയൊരു കട്ടൗട്ട് വരെ നമുക്ക് ഈ സമീപത്ത് തന്നെ കാണാം. ധനേഷ്, ഒരു നിമിഷം ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയൊരു കട്ടൗട്ടാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ കഴിയും. നിരവധി BJP നേതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്, ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രത്തോളം പരമാവധി ആവേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തെ ഇളക്കി മറിക്കുക, BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കുക, അതുതന്നെയാണ് BJP പ്രവർത്തകരും BJP നേതാക്കളും ലക്ഷ്യമിടുന്നത്. ഇന്നലെ രാത്രി തന്നെ എല്ലാ നേതാക്കന്മാരും, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ വലിയൊരു കട്ടൗട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി. തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട്, സ്വാഗതം ആശംസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഫ്ലെക്സുകളും വലിയ കട്ടൗട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും CV അനുമോദിലേക്ക് കൂടി ഒന്ന് പോകുന്നുണ്ട്. കാരണം സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രത്തോളം സ്ത്രീകൾക്ക് BJP പരിഗണന നൽകുന്നുണ്ട് എന്നതൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തിലെ BJPയുടെ ഒരു പ്രധാന വനിതാ മുഖമാണ്. അവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേദിയിലുണ്ടാകുമോ? എന്തായാലും CV അനുമതിയിലേക്ക് ഒന്ന് പോകാം, ശോഭാ സുരേന്ദ്രനോടൊപ്പം. ഗുഡ് മോർണിംഗ് ടോം. ഞാൻ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ കൂടെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നു. തൃശ്ശൂർ മുൻപൊന്നും കാണാത്ത രീതിയിൽ ഒരു പൂരത്തിനെന്നവണ്ണം ഒരുങ്ങി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? നരേന്ദ്രമോദിയുടെ സന്ദർശനവും അതേപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞാൻ മാത്രമല്ല, കേരളമാകെ ശ്രീ നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിന്റെ ഈ വരവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അതിഭയാനകമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഒരുപക്ഷെ ശ്രീലങ്ക തകർന്നടിയുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരും സാംസ്കാരിക മേഖലയിൽ ഏറെ അവരുടേതായിട്ടുള്ള സബര്യകൾ നടത്തിയവരും അതുപോലെ തന്നെ ഏറെ വിദ്യാഭ്യാസമുള്ള കുട്ടികളും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വർഷം 7000-ഓളം കുട്ടികൾ ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തെ വരെ ഭാരതത്തിൽ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചിന്തിപ്പിച്ച ആ ഒരു മനുഷ്യൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കിക്കാണുകയാണ്. നോക്കൂ, ഇന്നലെ രാത്രി 11:30 വരെയും വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അതിൽ അധ്യാപികമാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് മോദിയെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വിളിക്കുകയാണ്. അപ്പോൾ ഒരു പാസ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ ഒരു പരിപാടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മുൻനിരയിൽ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനുള്ള അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഞങ്ങൾക്കും ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ നമ്മുടെയൊക്കെ നമ്പർ തപ്പിയെടുത്ത് അവർ വിളിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്ര കണ്ട് ഈ മനുഷ്യരുടെ മനസ്സിനകത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു എന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇന്ന് തൃശ്ശൂർ പേരൂരിലേക്ക് വരുമ്പോൾ അവിടെ
എത്രയോ സ്ത്രീകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിന്റെ തനത് കലാരൂപമായിട്ടുള്ള തിരുവാതിരക്കളി ആഘോഷിക്കും. സ്ത്രീകളുടെ, അതായത് അതിന് പ്രത്യേകമായിട്ടുള്ള ചില തിരുവാതിര എന്ന് പറയുന്നത് തന്നെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ, വളരെയേറെ സ്വാതന്ത്ര്യത്തിന്, അതായത് പാതിരാപ്പൂജ ഓടുന്നതും റോഡിലൂടെ നടക്കുന്നതും കുളത്തിലേക്ക് ഒറ്റയ്ക്ക് കുളിക്കാൻ പോകുന്നതും അമ്മമാർ ഒരുമിച്ചിരിക്കുന്നതും ഇതിനെല്ലാം തന്നെ ഒരു സ്ത്രീ ശക്തി സംഗമം, പ്രകൃതി പുരുഷ സംഗമത്തിന്റെ ഒരു ലയനമുള്ള ഒരു വിശേഷമുള്ള ഒരു കളിയാണ് തിരുവാതിര എന്ന് പറയുന്നത്. ആ തിരുവാതിര ഇദ്ദേഹത്തിന്റെ വരവോടനുബന്ധിച്ചുകൊണ്ട് കളിക്കാൻ സ്വമേധയെ തയ്യാറായിക്കൊണ്ട് തിരുവാതിര ട്രൂപ്പുകൾ പറയുന്നു. അവരെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്കത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ഇന്നലെ പ്രഗത്ഭനായിട്ടുള്ള മേള കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ഒരു പൂരം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു മിനി താളം ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു, ഒരു കേളി അവതരിപ്പിക്കാൻ സാധിക്കുന്നു. അദ്ദേഹം അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 1 അല്ല 2 അല്ല 3 തവണ ജനം ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു മനുഷ്യൻ. അതിനുശേഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് ഇദ്ദേഹം മതി എന്ന് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ്, അതാണ് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രസ്ഥാനം തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മോദിയെ വേണമെന്നുള്ളത് ഈ രാജ്യത്തെ ജനം സ്വീകരിച്ചുകൊണ്ട് നമോ മോദി എന്നുള്ള ഒരു ക്യാമ്പയിൻ നടന്നതിന് ശേഷമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റി പോലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് വരുന്ന ആ സമയത്ത് വാക്ക് മാത്രമായിരുന്നു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി. എന്താണ് വാക്ക്? ഞാൻ നിങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കും, ഞാൻ ഈ രാജ്യത്തെ നോക്കും, ഞാൻ ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതായിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്നതല്ല. ഇന്ന് വിശ്വാസമാണ് നരേന്ദ്രമോദിജി, ജനങ്ങളുടെ വിശ്വാസം. അപ്പം നരേന്ദ്രമോദിജി ഒരു വാക്ക് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചാൽ അത് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ആക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനതയുടെ സ്നേഹമാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. മഹിളാ സമ്മേളനത്തിനാണ് 2 ലക്ഷത്തിലേറെ വനിതകളെ ആണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. BJPയുടെ ഒരു വനിതാ മുഖമാണ് ശോഭശ്രീ. കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ വേദികളിലും കാണുന്നുണ്ട്. ഒരുപാട് കേന്ദ്ര നേതാക്കളുടെ വേദി പങ്കിട്ട അനുഭവമുണ്ട്. ഇന്നും നരേന്ദ്രമോദിയുടെ കൂടെ വേദിയിലുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസാരിക്കാനുള്ള അവസരം ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ കാണുന്നു വ്യക്തിപരമായിട്ട് ഈ ഒരു സാഹചര്യം? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെ ഇപ്പൊ അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. കാരണം ഏറെ ജോലികളിൽ വ്യാപൃതമായിക്കൊണ്ട് എപ്പോഴും അദ്ദേഹം പറയും, അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അതൊരു MLA ആകട്ടെ, MP ആകട്ടെ, മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, പിന്നെ പാർട്ടിക്കാരുടെ നേതാവല്ല, പിന്നെ ജനങ്ങളുടെ ലീഡറാണ്. അപ്പൊ ആ ജനങ്ങളുടെ ലീഡറായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നവർ മാത്രം മാറിയാൽ പോരാ, ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ മീഡിയേറ്റർമാരാകണം എന്നുള്ള ഒരു വലിയ പാഠം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ തന്നെ 6 വർഷത്തോളം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തിന്റെ BJPയുമായിട്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവരെയും നല്ല രീതിയിൽ നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഒക്കെ സാധിക്കുന്ന അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരാളാണ്. പാലക്കാടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളെയും ചേർത്തുകൊണ്ട്, കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലക്കാടിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ചേർത്തുകൊണ്ടുള്ള ഒരു യോഗം അത് പാലക്കാട് നടക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം വരുന്നതിന് മുൻപ് അഡ്വാൻസ് പ്രസംഗം നടത്താൻ എനിക്കൊരവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എനിക്കറിയില്ലായിരുന്നു അഡ്വാൻസ് പ്രസംഗം നടത്തുന്നത് എവിടെയോ ഇരുന്നുകൊണ്ട് മറ്റുള്ള വലിയ നേതാക്കന്മാർ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊന്നും അറിയില്ല. നമ്മളങ്ങനെ പ്രസംഗിച്ചു പോവുകയാണ്. അപ്പോൾ വേദിയിലേക്ക് വരാൻ ഒരല്പം നേരം വൈകി, പ്രസംഗം വളരെ നീണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ സമയത്തോളം ഞാൻ അഡ്വാൻസ് പ്രസംഗം നടത്തി എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ പിന്നീട് ഒരിക്കൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ വെച്ച് കണ്ട സമയത്ത് എങ്ങനെ ഇത്ര സമയം പ്രസംഗിച്ചു എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേട്ട സമയത്ത്, അന്ന് ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ശ്രീ രാംലാൽജിയാണ്. അപ്പോൾ രാംലാൽജി പറയുകയാണ്, ഇത് ശോഭയാണ് അവിടെ അഡ്വാൻസ് പ്രസംഗം നടത്തിയത് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ അത് കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്ര സമയം പ്രസംഗിച്ചത്, അത് നമുക്കുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, കഴക്കൂട്ടം ഞാൻ മത്സരിച്ചു. അന്ന് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യം എത്തുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് തന്നെ
ഈ ഒരു പരിപാടി വരികയാണെങ്കിൽ അത് വളരെയധികം സന്തോഷമുണ്ട് എന്ന് മനസ്സിനകത്തൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതെന്താണ്? അത് എല്ലാ വ്യക്തികൾക്കും ഉള്ളതുപോലെ തന്നെ ഞാൻ മത്സരിക്കുന്ന എൻ്റെ മണ്ഡലത്തിലുള്ള ഒരു സ്ഥലത്ത് വരണമെന്നൊരു ശരിക്കും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് തോന്നി എൻ്റെ നിയോജക മണ്ഡലത്തിൽ മോദിജി വരുമോ എന്നുള്ള ഒരു ചിന്തയും അതിനുള്ള ഒരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു. അവിടെ എല്ലാ സ്ഥാനാർത്ഥികളെയും തിരുവനന്തപുരത്തും നേമത്തും ഒക്കെയുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും അവിടെ തന്നെയാണ് വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ആ യോഗം നടക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നത് ഒരു വലിയ മാലയായിരുന്നു. അത് നിറയെ പൂക്കൾ നിറഞ്ഞിട്ടുള്ള ഒരു മാലയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കൊറോണയുടെ തരംഗത്തിൽ നിന്ന് നമ്മളൊന്നും വേറിട്ടിട്ടില്ല. അപ്പോൾ SPGയുടെ അന്നത്തെ ഹെഡ് എന്ന് പറയുന്നത് പഴയ മലപ്പുറം ജില്ലയുടെ SP ആയിരുന്നിട്ടുള്ള ശ്രീമാൻ അരുൺകുമാർ സിൻഹാജി ആയിരുന്നു. ഇപ്പോൾ വേദനയുണ്ട്, അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ SPGയുടെ ഹെഡായിട്ട് പുതിയ ആളുകൾ ചാർജ് എടുത്ത ഒരു കാലാംശത്തിലാണ് അദ്ദേഹം വീണ്ടും വരുന്നത്. അപ്പോൾ ആ ഒരു വേദിയിലേക്ക് ഞാൻ ഈ പൂക്കളുമൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു പ്രതീക്ഷ എന്താണ്? തീർച്ചയായിട്ടും കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ കയ്യിലുള്ള ഈ മാല അകത്തേക്ക് എന്നോടൊപ്പം കയറ്റി വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു ഇത് കൊറോണയുടെ തരംഗമുള്ളത് കൊണ്ട് മോദിജി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇപ്പോൾ മാല ആരും അണിയിക്കുന്നില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കൊണ്ടുവന്ന മാല അവിടെ തന്നെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വരികയാണ്. എൻ്റെ കയ്യിലൊരു ഷാൾ പോലുമില്ല, കൊടുക്കാൻ ഒരു പുസ്തകം പോലുമില്ല. അപ്പം മനസ്സിനകത്തൊരു വേദനയുണ്ടായി. അങ്ങനെ മുതിർന്ന മുഴുവൻ നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഷാൾ അണിയിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ പരിപാടിക്കിടയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ കൂടി അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ആക്ഷനാണ് ഒപ്പം ചെല്ലാനായിട്ട്. വേറെ ആർക്കും അത് കാണാൻ സാധിച്ചില്ല. ഞാൻ ഒപ്പം ചെല്ലാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണർ ശ്രീമാൻ ആനന്ദ ബോസ് സാറുമായിട്ട് അദ്ദേഹം പിറകിലെ ആ ടെൻറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സംസാരിക്കുന്നതിനിടയിലേക്ക് എന്നെയും വിളിച്ചു. ഞാൻ എത്തി അവിടെ ചെന്ന് ഒരു മിനിറ്റ് നിന്നപ്പോൾ ശോഭക്ക അങ്ങനെ എന്നെ വിളിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പം ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഷാൾ ഇടാൻ പറ്റിയില്ല അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അങ്ങനെ ഷാൾ ഇടാൻ സാധിക്കാത്ത ഞാൻ ഇങ്ങനെ കൈ കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ പ്രധാനമന്ത്രിയുടെ ടീമിലുള്ള ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ച് അത് ഡൽഹിയിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത്ര കണ്ട് ഒരു ടീമിനെ നിരീക്ഷിക്കുക, അവരുടെ ചിന്താഗതികളെ മനസ്സിലാക്കുക, ആത്മഗതം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള, കാരണം അങ്ങനെയാണല്ലോ വളർന്നു വന്നിട്ടുള്ളത് അടിത്തട്ടിൽ നിന്ന്. ഈ മോദി വരുന്നത് രാഷ്ട്രീയമായിട്ട് വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ BJP നടത്തുള്ളത്. എന്താണ് ശോഭിച്ചൊരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം ഈ ഒരു സന്ദർശനം കൊണ്ട്? രാഷ്ട്രീയമാണ് ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഒരു ഭാഗം വിലയിരുത്തുന്നുണ്ട്, അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. മോദിയുടെ സന്ദർശനം രാഷ്ട്രീയമായിട്ട് BJPക്ക് എന്ത് നേട്ടം ഉണ്ടാക്കും? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും? ഞാൻ ഈ സന്ദർശനത്തെ കാണുന്നത് കേവലം ഒരു രാഷ്ട്രീയപരമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് കുറച്ച് വോട്ടുകൾ കിട്ടുക എന്നുള്ളതല്ല. ഞാൻ കാണുന്നത് കേരളത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വീണ്ടും വരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാവി പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് എന്തുകൊണ്ട് സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി കേരളത്തിന്റെ ടൂറിസം സാധ്യതകളെ, കേരളത്തിന്റെ തീരദേശ മേഖലയെ, ഇവിടെ ദുരിതമനുഭവിക്കുന്ന ആളുകളെ, ഇവരെയെല്ലാം അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ കണ്ണുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനു പറയുന്നു? ഇവിടെ മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടിയിട്ട് മനുഷ്യർക്ക് അത്യാപത്ത് വരുന്ന സമയത്ത് അവരെ ചികിത്സിക്കാനുള്ള മൊബൈൽ ആംബുലൻസ് സംവിധാനങ്ങൾ വരെ വേണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇവിടത്തെ BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത്. അവർ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഈ പരിപാടിയെ കാണുന്നത്. വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. അതോടൊപ്പം ഇപ്പോൾ നമുക്കൊപ്പം വടക്കുന്നാഥിന് മുന്നിൽ നിന്ന് BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, സ്വാഗതം. പ്രത്യേകിച്ച് നിങ്ങൾ BJP നേതാക്കളെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഉത്സവത്തിന്റെ പ്രതിച്ഛായയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ പൂരപ്പെരുമയുടെ പെരുന്തച്ച ഭൂമിയാണ് ഈ വടക്കനാഥൻ. ഇതൊരു ദേവഭൂമിയാണ്. എല്ലാ മാറ്റങ്ങളും സമൂഹത്തിൽ ഉണ്ടാവുന്നത് ദേവഭൂമിയിൽ നിന്നാണ്. വടക്കുനാഥൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ശക്തമായ ഭരണത്തിൻ്റെ മണ്ണായിരുന്നു. ഈ തൃശ്ശൂരും സമീപ പ്രദേശങ്ങളുമെല്ലാം ഭരണത്തിൻ്റെ തകർച്ചയെ നേരിട്ടപ്പോൾ
ശക്തൻ തമ്പുരാൻ്റെ ഭരണം കൊണ്ട് അതിശക്തമായ ഒരു കേന്ദ്രമായി തൃശ്ശൂർ മാറി, തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങൾ മാറി. ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തെ താറുമാറാക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാലഘട്ടത്തിലും ജയിച്ച് ഈ തൃശ്ശൂരിന് വേണ്ടി ഒന്നും നൽകാതിരിക്കുമ്പോൾ വലിയ മാറ്റമുണ്ടാക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിൻ്റെ വലിയ ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജി തൃശ്ശൂരിലേക്ക് എത്തുന്നത്, ഈ ദേവഭൂമിയിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും ഈ ദേവഭൂമിയിൽ എത്തുന്നത് സ്വീകരിക്കാൻ ജനലക്ഷങ്ങൾ അണിനിരക്കുകയാണ്. അത് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. സമീപ ജില്ലയിൽ നിന്നൊക്കെ കുറച്ചേ വരുന്നുള്ളൂ. പക്ഷേ ഈ തൃശ്ശൂരിൽ നിന്നാണ് കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്താൻ പോകുന്നത്. മാത്രമല്ല, നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അവരുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്നു. ഏതാണ്ട് എല്ലാവരും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റം രാഷ്ട്രീയമായി ഉണ്ടാവുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും കാലം നിങ്ങൾ പത്രക്കാർ ചോദിച്ചിരുന്നത് തൃശ്ശൂർ എടുക്കുമോ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. അത്ര ആത്മവിശ്വാസമാണ്. അതായത് ഈ സുരേഷ് ഗോപി തന്നെയായിരിക്കും, സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്കളുടെ ഈ തൃശ്ശൂർ കൊടുക്കുമെന്ന് പറയുമ്പോഴും തൃശ്ശൂർ എടുക്കുമെന്ന് പറയുമ്പോഴും നമുക്ക് ആ രീതിയിൽ കൂടി ഒരു വ്യാഖ്യാനം അതിനകത്ത് ഇല്ലേ? ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. BJPയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ്. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനങ്ങൾ തീരുമാനിച്ചു ആരാണ് സ്ഥാനാർത്ഥിയെന്ന്. പാർട്ടി തീരുമാനിച്ചതില്ല, പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, സ്ഥാനാർത്ഥി ഇന്നയാളാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഏത് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കാൾ കൂടുതൽ ജനങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇന്ന് കൂടുതൽ പ്രഖ്യാപനത്തോടുകൂടി രംഗത്ത് വരാൻ പോവുകയാണ്. ഏതാ സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. തൃശ്ശൂരിൽ സാധാരണ ഇവിടുത്തെ ഒരു വോട്ട്, ക്രൈസ്തവ വോട്ട് വളരെ നിർണായകമാണ്. പല രീതിയിൽ ക്രൈസ്തവ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി പല നീക്കങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന് ക്രിസ്മസ് ദിനത്തിലൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസ് നാളുകളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് പല ഭവന സന്ദർശനമൊക്കെ ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു. പക്ഷേ അതൊക്കെ വലിയ വിമർശനത്തിന് കാരണമായി. ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ ആ യോഗത്തിൽ, അതായത് ആ വിരുന്നിൽ പങ്കെടുത്തത്, പ്രത്യേകിച്ച് മണിപ്പൂർ കലാപമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വശത്ത് വേട്ടക്കാരനാകുന്നു, മറുവശത്ത് വിരുന്ന് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപം നേരിട്ടില്ലേ? 2014 മുമ്പ് മണിപ്പൂരിൽ കലാപം നടന്നില്ലേ? അന്ന് മണിപ്പൂരിലെ കലാപത്തിൻ്റെ വേട്ടക്കാർ കോൺഗ്രസ് ആയിരുന്നോ? അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നോ? എങ്കിലും അങ്ങനെ പറയേണ്ടി വരുമല്ലോ. അതൊന്നുമല്ല പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം ഈ നൈസർഗികമായി ഓർഗാനിക്കായിട്ട് ക്രൈസ്തവ സഭയ്ക്ക് ഇന്ന് രക്ഷ, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ രക്ഷ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയാണ്. കാരണം എന്താണ്? ലോകം മുഴുവനും മുസ്ലിം ഫണ്ടമെൻ്റലിസമാണ്, ഭീകരതയാണ്. ലോകത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തെ ക്രൈസ്തവർ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൽ വല്ലാതെ ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ആ ലോകത്തെ ക്രൈസ്തവരുടെ ആ ഒരു ഭീതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി, ഏതെങ്കിലും ഒരു ഭരണകൂടം അതിശക്തമായ രീതിയിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടമാണ് ഇന്ത്യയിലെ ഭരണകൂടം. അത് ലോകത്തിന് മുഴുവനും വഴികാട്ടിയ, ലോകം മുഴുവനും ഇന്ന് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് ഒരു കാര്യം, ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ക്രൈസ്തവർ മാത്രമല്ല, മുസ്ലിം വിഭാഗവും ന്യൂനപക്ഷമാണ്. ഒരു രാജ്യത്തെ ഭരണകൂടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പരിരക്ഷ നൽകേണ്ടവരാണ്, ഒരുപോലെ പരിഗണിക്കേണ്ടവരാണ്. പക്ഷെ അവിടെ അതായത് ക്രൈസ്തവ വിഭാഗത്തോട് മാത്രം ഒരു പ്രത്യേക താല്പര്യം. എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗത്തെ ഇതേ രീതിയിൽ പരിഗണിക്കാത്തത്? നിങ്ങൾ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഭാരതീയ സമീപകാലത്ത് അത്തരം ഒരു ചർച്ചകൾ, അതായത് ക്രൈസ്തവ വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ തലാഖിൻ്റെ നിയമം BJP കൊണ്ടുവരാൻ പാടില്ലല്ലോ. BJP ട്രിപ്പിൾ തലാഖിൻ്റെ നിയമം കൊണ്ടുവന്നില്ലേ? ആ നിയമം BJP കൊണ്ടുവന്നതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ
ഞാൻ അതുകൊണ്ടാണ് സ്ത്രീകൾ BJPയോടൊപ്പമാണ്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJP മുന്നോട്ട് വരുന്നത്. പക്ഷേ ചോദ്യം മുഴുവനും ഇന്ന് ക്രൈസ്തവ സഭയുടെ വിഷയമായിരുന്നു. കാരണം ഡിസംബർ 25 എന്ന് പറയുന്നത് ഉണ്ണിയേശുവിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകം മുഴുവനും നേരിടുന്ന ഒരു ഭീഷണിയെ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാർ ലോകത്തിന് വഴികാട്ടിയാവുന്നു മുസ്ലിം ഭീകരതയ്ക്കെതിരെ. ഒരു കാര്യം ഞാൻ പറയാം, ആ ഭീകരതയെ എതിർക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ടാണ് പലരും ഹമാസിനൊപ്പം പോയപ്പോൾ ഹമാസിനെ എതിർക്കാൻ BJP ഗവൺമെൻറ് അഥവാ നരേന്ദ്രമോദി ഗവൺമെൻറ് തയ്യാറായത്. ഹമാസിനെ എതിർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അമേരിക്കയെ നോക്കാറില്ല, റഷ്യയെ നോക്കാറില്ല, ചൈനയെ നോക്കാറില്ല. ആര് രംഗത്ത് വന്നാലും ശരി, ഭീകരതയെ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ട് ആ ഭീകരതയെ എതിർക്കുന്നത് കൊണ്ട് ഇന്ന് ലോകം നേരിടുന്ന ഭീകരത മുസ്ലിം ഭീകരത ആയതുകൊണ്ട് നൈസർഗികമായി കേരളത്തിലെ, ഞാനൊരു വാക്കും കൂടി പറഞ്ഞു നിർത്താം, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് നൈസർഗികമായി ഓർഗാനിക്കായിട്ട് കൂട്ടുകൂടാൻ പറ്റുന്നത്, ഒരുമിച്ച് പോകാൻ പറ്റുന്നത് BJPയോടൊപ്പമാണ്. ഞാൻ ചോദിക്കട്ടെ, 1957 വിമോചന സമര കാലഘട്ടത്തിൽ 1,50,000 ക്രൈസ്തവരെയാണ് അറസ്റ്റ് ചെയ്തത്. 40,000 സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഗർഭിണിയായ സ്ത്രീയുടെ വെടിവെച്ച് കൊന്നത് ഗർഭിണിയായ സ്ത്രീയല്ലേ? അതുമാത്രമല്ല, എത്ര പള്ളി, വാസ്തവത്തിൽ നിങ്ങൾ നേരെ പോകേണ്ടത് ഒല്ലൂർ പള്ളിയിലേക്കാണ്. ഒല്ലൂർ പള്ളിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവരുടെ ചുമര് മുഴുവനും വെടിയൊച്ചയിൽ ആ ചുമര് മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വെടിയുണ്ടയാണ് ആ ചുമരിൽ തറച്ചത് നിങ്ങൾ അന്വേഷിക്കണം. അതുപോലെ നികൃഷ്ട ജീവി അടക്കം, ഇന്നത്തെ സജി ചെറിയാൻ്റെ പരാമർശമടക്കം ഈ സമൂഹത്തെ, ക്രൈസ്തവ സഭയെ വല്ലാതെ നികൃഷ്ടമായി പെരുമാറുക, അവരോട്, ക്രൈസ്തവ സഭയോട്, എന്നിട്ട് അവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വരിക. അതുകൊണ്ട് ഇരു മുന്നണികളും ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കാക്കുകയല്ല, ന്യൂനപക്ഷങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്തുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. വലിയ തിരക്കുണ്ടെന്ന് അറിയാം, കാരണം ഇന്ന് BJPയെ സംബന്ധിച്ച് ഏറെ ആവേശകരമായിട്ടുള്ളൊരു ദിവസമാണ്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ്റെ ഉൾപ്പെടെ തട്ടകമാണ് തൃശ്ശൂർ. അദ്ദേഹത്തിന് ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. അതോടൊപ്പം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം. ഇന്ന് ശരിക്കും യഥാർത്ഥത്തിൽ മഹിളാ മോർച്ചയെ സംബന്ധിച്ച് കൂടുതൽ ഒരു കരുത്താർജിക്കുന്ന, കൂടുതൽ ആളുകളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്ന ഒരു പരിപാടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ എത്തുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ എന്ത് പ്രതീക്ഷിക്കണം? കേരളത്തെ സ്ത്രീകൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തതെല്ലാം നൽകിയ ഒരു നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ കാണാൻ ഉത്സാഹത്തോടെ എത്തുകയാണ്. തീർച്ചയായും വരാൻ പോകുന്ന കാലങ്ങളിലും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ സ്ത്രീ ശാക്തീകരണം എന്തെന്ന് കാണിച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ സ്ത്രീ ശക്തിയാൽ മുന്നോട്ട് പോകുന്ന ഒരു ഭാരതത്തെ കാണിച്ചു കൊടുക്കുവാനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായ പ്രതീക്ഷകൾ തന്നെയാണ്. പ്രതീക്ഷകൾക്കുപരി ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ കൂടിയാണ് ഈ അവസരം എടുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൽകുന്ന ഒരു പുതുവത്സര സമ്മാനമാണ് അദ്ദേഹം മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തുന്നു എന്നുള്ളത്. ഇക്കാലം അത്രയും പ്രവർത്തിച്ച മഹിളാ പ്രവർത്തകരോടുള്ള ആദരവ് കൂടിയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആവേശം ഞങ്ങളിൽ നിറയ്ക്കും എന്നുള്ളത് മാത്രമല്ല, വരാൻ പോകുന്ന കാലങ്ങളിൽ അത് സ്ത്രീ ശക്തിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഉറപ്പും അദ്ദേഹം നൽകുക മാത്രമല്ല നടപ്പിലാക്കി കാണിക്കും എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. അതായത് കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ നമുക്കറിയാം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ വോട്ട് സ്വാധീനിക്കുന്ന രീതിയിൽ പല പദ്ധതികളും വിഭാവനം ചെയ്തു കേന്ദ്ര സർക്കാർ. പക്ഷെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഒരു, അതായത് ഈ ഗ്യാസിൻ്റെ സബ്സിഡി അടക്കം പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അത് കേരളത്തിലെ സ്ത്രീകളെ സ്വാധീനിക്കാൻ അത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് കഴിയുമോ? അതോ ഈ വനിതാ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇവിടെ പ്രധാന ചർച്ചാ വിഷയമാക്കുന്നത് കേരളത്തിലെ സ്ത്രീകളെ സ്വാധീനിക്കാൻ? നോക്കൂ, ഇവിടെ ശൗചാലയങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര കണ്ട് പണി കഴിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതുപോലെ തന്നെ എത്രത്തോളം ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് തന്നെ, കേരളത്തിലെ കണക്കുകളും പരിശോധിക്കണമല്ലോ. കേരളത്തിൽ ഇന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പോലും 34 ലക്ഷം ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ളത് ഈ കേരളത്തിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഉജ്ജ്വല യോജന പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഗുണം ഇവിടെയും കിട്ടിയിട്ടുണ്ട്. കാര്യം ശരിയാണ്, കുറേയൊക്കെ പദ്ധതികളുടെ പേരും മാറ്റിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്കറിയാം ആരാണ് ഈ പദ്ധതികൾക്ക് യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത്, ആരാണ് അതിനായിട്ടുള്ള പണം ഇവിടെ എത്തിക്കുന്നത് എന്ന് ഇപ്പോൾ സ്ത്രീ
സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് സ്ത്രീ സമൂഹം, സ്ത്രീ ശക്തി അത് മോദിക്കൊപ്പം തന്നെയാണ്. ഈ സ്ത്രീ ശക്തി മോദിക്കൊപ്പം, ഈ സ്ത്രീ ശക്തി എന്ന് പറയുമ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ മാത്രമായിരിക്കുമോ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക, അതോ കേരളത്തിലെ വിവിധ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ ഒരു സാന്നിധ്യവും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല മുഖങ്ങളെയും ഇന്ന് ആ വേദിയിൽ, ആ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഈ വലിയ രീതിയിൽ BJP വിമർശനം ഏൽക്കേണ്ടി വന്നത് സ്ത്രീകൾക്ക് കാര്യമായ പരിഗണന കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് അല്പസമയം മുമ്പ് ഞങ്ങളോട് പ്രതികരിച്ച ശോഭാ സുരേന്ദ്രനെ വലിയ രീതിയിൽ അവഗണിക്കുന്നു എന്ന ആക്ഷേപം അവർ തന്നെയാണ് ഉയർത്തി കാണിച്ചത്. ഈ രീതിയിൽ സ്ത്രീ ശക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകുമെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൽ BJPയുടെ പ്രധാന മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ അവഗണിക്കുന്നത് ഒരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾക്ക് തെറ്റായ പല ധാരണകളുണ്ടായിരിക്കാം. ശോഭാ സുരേന്ദ്രൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, 1972 ആദ്യത്തെ മഹിളാ കൺവെൻഷനിൽ അന്ന് നിറഗർഭിണിയായിട്ടുള്ള അമ്മയുടെ വയറിലിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ദിവസം കടന്നുപോയി, ഇന്ന് ഈ പാർട്ടിയിൽ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പാർട്ടി ഞങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനയും ആദരവും കൊണ്ട് തന്നെയാണ്. ഓക്കെ, വളരെയധികം നന്ദി. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്, മഹിളാ മോർച്ച പ്രവർത്തകരെ സംബന്ധിച്ച്, മഹിളാ മോർച്ച നേതാക്കളെ സംബന്ധിച്ച്, സംസ്ഥാന അധ്യക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അവർ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ ദിവസത്തെ കാണുന്നത്. BJPക്ക് വലിയ ചലനമുണ്ടാക്കാൻ, സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട്, മഹിളാ സമ്മേളനം കൊണ്ട് കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. മഹിളാ മോർച്ച നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷ ഉൾപ്പെടെ കണക്കുകൂട്ടുന്നത്. എന്തായാലും പ്രഭാത കേരളം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഇന്ന് സംസ്ഥാന മന്ത്രിസഭാ യോഗം, മുഖ്യമന്ത്രി ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്ന്, ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കും പോകാം ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകർക്കും നിരവധി വാർത്തകൾ ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തിരുവനന്തപുരത്ത് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം, അതോടൊപ്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിൽ മന്ത്രിസഭാ യോഗം ചേരുന്ന പ്രത്യേകത. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കുന്ന ക്രിസ്മസ് വിരുന്നും ഇന്ന് നടക്കുന്നുണ്ട്. പ്രതിപക്ഷം വിരുന്നിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഗവർണർക്കും ക്ഷണമില്ല. അതോടൊപ്പം മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു ക്രിസ്മസ് വിരുന്നാണ്. KCBC പ്രതിനിധികളും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കുമോ? ഇത്തരം കാര്യങ്ങളും അറിയണം. തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് നിന്ന് ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, അതായത് നവകേരള സദസ്സിന്റെ ആ കാലയളവിൽ കഴിഞ്ഞ ഒരു മാസം വിവിധ ജില്ലകളിലായിരുന്നു മന്ത്രിസഭാ യോഗമെങ്കിൽ ഒരു മാസത്തിന് ശേഷം, അതായത് 1.5 മാസത്തിന് ശേഷം സെക്രട്ടേറിയറ്റിൽ വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുകയാണ്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷം KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമെല്ലാം ഈ മന്ത്രിസഭയിൽ പ്രവേശിച്ച ശേഷം, മന്ത്രിമാരായ ശേഷമുള്ള മന്ത്രിസഭാ യോഗമാണ്. എന്തൊക്കെ തീരുമാനങ്ങളുണ്ടാകും? അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മന്ത്രിമാർ പുതുതായി വന്ന ശേഷമുള്ള മന്ത്രിസഭാ യോഗം, അഹമ്മദ് ദേവർകോവിലും അനിൽ രാജുവിനും പകരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി കഴിഞ്ഞ ആഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇരുവരും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. അതിനു മുമ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കഴിഞ്ഞ ദിവസം തന്നെ, ഈ സത്യപ്രതിജ്ഞാ ദിവസം തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. KB ഗണേഷ് കുമാർ രാവിലെ 9:30 ഓഫീസിലെത്തി മന്ത്രി എന്ന നിലയിലുള്ള ചുമതല ഏറ്റെടുക്കും. സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ അദ്ദേഹം ഓഫീസിലെത്തി ഒപ്പുവച്ചിരുന്നില്ല. അതിന്ന് 9:30 ചുമതലയേൽക്കും. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നിയമസഭാ സമ്മേളനം ഈ മാസം 15 മുതൽ ചേരാനുള്ള ആലോചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഗവർണർക്ക് നിയമസഭാ സമ്മേളനം ചേരാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗം നൽകിയേക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുതിയ വർഷത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാവണം അത് ചേരേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധം എത്രത്തോളം വഷളാണെന്നുള്ളത്. കഴിഞ്ഞ വർഷവുമൊക്കെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു.
പക്ഷേ ഗവർണർ അത് സർക്കാർ ക്ഷണിക്കുകയും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എഴുതി കൊടുത്തത് തന്നെ വായിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും വലിയ തർക്കം നിലനിൽക്കുന്നു. വലിയ ഏറ്റവും മോശമായ അവസ്ഥയിൽ സർക്കാർ ഗവർണർ ബന്ധം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തുമോ, എത്തിയാൽ സർക്കാർ എഴുതി കൊടുക്കുന്ന അതേപടി വായിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് വീണ്ടും ആശങ്ക ഉണ്ടാക്കുന്നതും ആകാംക്ഷ ഉണ്ടാക്കുന്നതുമാണ്. എല്ലാ വർഷവും ഒരു സീസണലായി മാറുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ സമയത്തുള്ള ഇത്തരം വാർത്തകളും. കാരണം അത്ര മോശമാണ് എല്ലാ തുടർച്ചയായ വർഷങ്ങളിൽ ഗവർണർ സർക്കാർ ബന്ധം. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭ ഒരുപക്ഷെ ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയേക്കും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ചേരേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനമെന്നും ബജറ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ജനപ്രിയമായ ചില പ്രഖ്യാപനങ്ങൾ ജനങ്ങളെ കാത്തിരിക്കുന്നു. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് എങ്ങനെ ആ ബജറ്റ് ജനകീയമാക്കുമെന്ന വലിയ വെല്ലുവിളി കെ.എൻ. ബാലഗോപാൽ എന്ന ധനമന്ത്രിക്ക് മുന്നിലുമുണ്ട്. ഏതായാലും മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് 10 മണിക്ക് മന്ത്രിസഭാ യോഗം സൂചിപ്പിച്ചതുപോലെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചേരുന്നത്. ബജറ്റിന്റെ കാര്യങ്ങളടക്കം നിയമസഭാ സമ്മേളനം ചേരുന്നതടക്കം പല കാര്യങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടാകും. എന്തൊക്കെയായിരിക്കും തീരുമാനം എന്നുള്ളത് ഇന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. അതോടൊപ്പം അരുൺ, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് നടക്കുന്നുണ്ട്. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല, ഗവർണർക്ക് ക്ഷണമില്ല. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുമോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. പ്രത്യേകിച്ചും മന്ത്രി സജി ചെറിയാന്റെ ആ വിവാദ പരാമർശം അതിനിപ്പോഴും മുറിവുണങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഇതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില പരാമർശങ്ങൾ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ സഭാ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? ഇന്നലെ ബസേലിയോസ് മാർ ക്ലിമ്മീസ് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഈ സജി ചെറിയാന്റെ പ്രസ്താവന തിരുത്തിയില്ലെങ്കിൽ KCBC സർക്കാരിന്റെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി വിരുന്നിന്റെ കാര്യം ചോദിച്ചപ്പോൾ അതിന് ഇനിയും മണിക്കൂറുകൾ ഉണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് സജി ചെറിയാൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഖേദപ്രകടനം നടത്തിയത്. ബിഷപ്പുമാരുമായി നല്ല ബന്ധം, പ്രത്യേകിച്ചും ക്ലിമ്മീസ് ബാവയുടെ പേരൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹവുമായി വലിയ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഞാൻ. അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ KCBC അധ്യക്ഷൻ പങ്കെടുക്കും. ക്രൈസ്തവ സഭാ നേതൃത്വം ഇന്നത്തെ വിരുന്നിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പങ്കെടുക്കില്ല എന്ന സൂചനകൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുമില്ല. രണ്ടാം തവണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടത്തുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രധാനികളുമായുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയായി ഇത് മാറും. മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, പ്രതിപക്ഷം ഇതിൽ പങ്കെടുക്കുന്നില്ല, ഗവർണറെ വിളിച്ചിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ഈ വിരുന്നിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12:30 മാസ്കറ്റ് ഹോട്ടലിലാണ് വിരുന്ന് നടക്കുക. ക്രൈസ്തവ സഭാ നേതൃത്വവും വിരുന്നിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പ്രഭാത കേരളം ഇനി പോകുന്നത് കൊച്ചിയിലേക്കാണ്. നമുക്കറിയാം തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം ഒരു 5ാം ക്ലാസ്സുകാരൻ അയൽവാസി മർദ്ദിച്ചൊരു സംഭവം. കളിക്കുന്നതിനിടെ ബോള് അയൽവാസിയുടെ വീട്ടിലേക്ക് വീണു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, എന്ന് ആരോപിച്ചായിരുന്നു 5ാം ക്ലാസ്സുകാരനെ അയൽവാസി മർദ്ദിച്ചത്. ആ ബാലന്റെ, അതായത് 10 വയസ്സുകാരന്റെ കാലിന് ചില പൊട്ടലുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ നോക്കുന്നുവെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമിയും, ഈ സംഭവം നടന്നിട്ട് 2-3 ദിവസം പിന്നിടുകയാണ്. സാധാരണ നമുക്കറിയാം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ സംരക്ഷണമൊക്കെ അവകാശപ്പെടുമ്പോഴും പോലീസ് നീതി ഉറപ്പാക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നീതി ഉറപ്പാക്കുന്നില്ല എന്ന ഒരു വലിയൊരു ആക്ഷേപമാണ് പല കേസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ സംഭവത്തിൽ, അതായത് ഈ 5ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തത്, പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തത്? പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? വെരി ഗുഡ്
മോർണിംഗ് ടോം. ഈ 10 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവം ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഇതുവരേക്കും പ്രതിയെ പിടികൂടാൻ അല്ലെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും കുടുംബത്തിന് ലഭിച്ച വിവരം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടക്കുകയാണ്, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ആരും ഉണ്ടാകില്ല, അതുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ്. പക്ഷേ എങ്കിൽ പോലും കുടുംബം ആരോപിക്കുന്നത് പോലീസ് ഇത് മനഃപൂർവ്വം ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകിപ്പിക്കുന്നു എന്നതാണ്. മറ്റൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ കുട്ടി മതിൽ ചാടി ഇപ്പുറത്തേക്ക് ആ ഗ്രൗണ്ടിലേക്ക് കടന്നപ്പോഴുണ്ടായ ആ ഒരു ചാട്ടത്തിലാണ് കുട്ടിയുടെ കാലൊടിഞ്ഞത്. അത് അങ്ങനെയാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡോക്ടർമാരുടെയൊക്കെ വിദഗ്ധ അഭിപ്രായം ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യത പോലീസ് തേടുന്നുള്ളൂ എന്നുകൂടിയാണ് കുടുംബത്തിന് നൽകുന്ന വിശദീകരണം. പക്ഷേ ആ കുട്ടികളും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ പറയുന്നത് ആ ബാലൻ സമീപവാസിയായ ബാലൻ അടിച്ചു എന്നത് തന്നെയാണ്. അതിന് ഈ വിദ്യാർത്ഥികളും ഈ കൂട്ടുകാരും സാക്ഷികളാണ്. ഈ നവീൻ അത് തന്നെയാണ് പറയുന്നത്. തൻ്റെ ആദ്യം കാലിലും മുതുകത്തും അടിച്ചു, ആ വേദന കൊണ്ടാണ് താൻ തിരിച്ചു ചാടാൻ ഈ മതിൽ ചാടി ബോള് ഈ ഗ്രൗണ്ടിലേക്ക് ഇട്ട ശേഷം മതിൽ ചാടാൻ നേരത്താണ് ബാലൻ പുറകിലൂടെ വന്ന് ഈ പൈപ്പ് ഉപയോഗിച്ച് തൻ്റെ കാലിലേക്ക് വളരെ രൂക്ഷമായി മർദ്ദിച്ചത്. അതിനുശേഷമാണ് താൻ മതിലിനിപ്പുറത്തേക്ക് ചാടുകയും പിന്നീട് തൻ്റെ സുഹൃത്താണ് തന്നെ എടുത്തുകൊണ്ടുപോയി ആ മതിലിന് സൈഡിലേക്ക് ഇരുത്തി പിന്നീട് തൻ്റെ മാതാപിതാക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തതെന്ന് നവീൻ പറയുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരും പറയുന്നത്. പക്ഷേ പോലീസ് ഈ ഒരു പ്രതി ബാലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കത്തിൽ തന്നെ, അതായത് ഈ സംഭവം പുറത്തു വന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നു. ഈ കുട്ടിയോടും കുട്ടിയുടെ കുടുംബത്തോടും നിങ്ങൾക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയില്ല എന്ന് പോലീസ് തന്നെ ചോദിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കുടുംബം ഒരുങ്ങുന്നത്. ഇപ്പോഴും അതേ ആരോപണത്തിൽ, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നാണോ അവർ ആരോപിക്കുന്നത്? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. 31-ാം തീയതി വൈകുന്നേരം 5:30 നടന്ന സംഭവമാണ്. പക്ഷേ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെയോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളെയോ സമീപിച്ചത് 1-ാം തീയതി ഏകദേശം ഒരു 11 മണിയോട് കൂടിയാണ്. അതിനു മുൻപ് പലതവണ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരമറിഞ്ഞു, ആ ബന്ധുക്കൾ ചെന്ന് പറഞ്ഞു. എങ്കിൽ പോലും പോലീസ് ഇതിലൊരു കേസ് എടുക്കുവാനോ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുവാനോ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഈ മാധ്യമങ്ങളുടെ വാർത്ത വന്നതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ വന്നത്. എങ്കിൽ പോലും അതിലൊരു വ്യക്തത കുറവുണ്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടി. പക്ഷേ കുടുംബം ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിയായി പറയുന്ന ബാലന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്മീഷണർക്കും DGPക്കും അടക്കം പരാതി നൽകുമെന്നും കുടുംബം ഉറച്ചു തന്നെ പറയുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുങ്ങുകയാണ് കേരളം. നിരവധി കലാകാരന്മാർ, കുട്ടി കലാകാരന്മാരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. നാളെയാണ് സ്കൂൾ കലോത്സവത്തിന് ഉദ്ഘാടനം. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിലാണ് കൊല്ലം ജില്ല. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കലോത്സവം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടിയാണ് മുഖ്യാതിഥി. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉദ്ഘാടനം ചെയ്യും. 62ാം സ്കൂൾ കലോത്സവത്തിനായി കൊല്ലമൊരുങ്ങി. ഇത് 5ാം തവണയാണ് കലോത്സവം കൊല്ലത്തെത്തുന്നത്. നാളെ മുതൽ 8 വരെ സാംസ്കാരിക നായകന്മാരുടെ പേരുകളിലെ 24 വേദികളിലാകും മത്സരം നടക്കുക. 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അതേപോലെ ഏകദേശം 1,600 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തൽ സ്റ്റേജ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ റൂമുകൾ, VIP-കൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഈ സ്റ്റേജിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഏകദേശം 12,000 കസേരയാണ്. 2,000 VIP കസേരകളടക്കം 12,000 കസേരകൾ ഇതിനകത്ത് ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. ഇക്കുറി ഗോത്ര കലാരൂപങ്ങളും ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേളവും നൃത്തവും കലാപരിപാടിയായി അരങ്ങേറും. നടി ആശാ ശരത്തിന്റെ നൃത്തമുണ്ടാകും.
കുട്ടികൾ കൂടുന്നിടത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് ആദ്യമായി കലോത്സവത്തിന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 62ാം കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ 24 വേദികളും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികളും അതുപോലെ തന്നെ എക്സോട്ടിക് അധ്യാപകർ, രക്ഷിതാക്കൾ, കാണികളായിട്ട് വരുന്ന പൊതുജനങ്ങൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി എന്നുള്ളത് ഈ പന്തൽ കമ്മിറ്റി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണെന്നുകൂടി അറിയിക്കുകയാണ്. വിജിലൻസ് നിരീക്ഷണത്തിലാകും ജഡ്ജസ് പാനൽ തയ്യാറാകുന്നത്. VS വിനീഷ്, ന്യൂസ് 18 കൊല്ലം. രാജ്യം ഉറ്റുനോക്കുന്നത് ഈ വർഷം അയോധ്യയിലേക്കാണ്. അയോധ്യ ചർച്ചാ വിഷയമാകുന്നതിനൊപ്പം ഗവേഷകനായിട്ടുള്ള പുരാവസ്തു ഗവേഷകനായിട്ടുള്ള KK മുഹമ്മദിന്റെ വാക്കുകളും ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നുണ്ട്. അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാപ്പിയും മധുരയിലെ ഷാഹിദ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് KK മുഹമ്മദ് നിലപാട്. ഗ്യാൻവാപ്പിയും ഷാഹി ഈദ്ഗാഹും അയോധ്യയ്ക്ക് തുല്യമാണ്. രാമജന്മഭൂമി പോലെ പ്രാധാന്യമുള്ളതാണ് കൃഷ്ണന്റെ ജന്മഭൂമിയും. താൻ RSSകാരനോ BJPക്കാരനോ അല്ലെന്നും KK മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. അയോധ്യയിൽ തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു ഗവേഷകനാണ് KK മുഹമ്മദ്. പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുന്നതുകൂടി അയോധ്യയാണ് രാജ്യത്തെ സജീവ ചർച്ചാ വിഷയം. രാഷ്ട്രീയ മുതലെടുപ്പും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്നടക്കമുള്ള വിവിധ വിഷയങ്ങൾ സജീവ ചർച്ചയായി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് വിധിയിലേക്ക് വരെ കാരണമായ പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിലെ ഒരാൾ മലയാളി കോഴിക്കോട്ടുകാരനായ ശ്രീ KK മുഹമ്മദാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, താങ്ക് യു. ഇങ്ങനെയാണ് ഈ ഒരു എക്സ്കവേഷന്റെ ഭാഗമായി മാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചരിത്ര നിയോഗം പോലെയുള്ള ഈ അയോധ്യ എക്സ്കവേഷന്റെ ഭാഗമായി താങ്കൾ എങ്ങനെയാണ് മാറിയത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സ്ഥലത്ത് അയോധ്യയിൽ ഒരു എക്സ്കവേഷൻ നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സ്കൂൾ ഓഫ് ആർക്കിയോളജി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത അവസരത്തിൽ പ്രൊഫസർ BB ലാലിൻ്റെ കീഴെയാണ് ഞങ്ങൾ എക്സ്കവേഷന് വേണ്ടി പോയത്. എക്സ്കവേഷന് വേണ്ടി പോയ അവസരത്തിൽ അവിടെ പൂട്ടിയിരുന്നു ഈ പ്രധാന കവാടം. അപ്പോൾ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്കുള്ളിൽ പോകാൻ പറ്റില്ല, കാരണം ഇത് കോൺട്രവേഴ്സ്യലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കോൺട്രവേഴ്സിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല, ഞങ്ങൾ റിസർച്ചേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഉള്ളിൽ കടത്തി വിട്ടു. ഉള്ളിൽ കടത്തിയ അവസരത്തിൽ ഈ ഞങ്ങൾ നോക്കിയത് ഈ പള്ളി നിൽക്കുന്ന 12 തൂണുകൾ ഉണ്ടായിരുന്നു. ആ തൂണുകൾ മുഴുവനും ഹിന്ദു ക്ഷേത്രങ്ങളുടെ തൂണുകളായിരുന്നു. അപ്പോൾ ചോദിക്കാതെ എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രമാണോ മുസ്ലിം പള്ളിയാണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡിസൈൻ ഇതെത്ര വർഷം മുമ്പാണ്, ഇതെത്ര വർഷം മുമ്പാണ്. ഞങ്ങൾ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നാണ് ഇത് പറയാം. ഇതല്ലാതെ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ഡേറ്റിംഗ് ഉണ്ട്, അത് അബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറയും. അത് C14 മെത്തേഡ് എന്ന് പറയും, തെർമോലൂമിനസൻസ് മെത്തേഡ് എന്ന് പറയും. അതൊക്കെ വളരെ പ്യൂർലി സയൻറ്റിഫിക് ആയിരിക്കും. ഇത് സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് 12ാം നൂറ്റാണ്ടിലുള്ളതാണ് എന്നുള്ളത്. അങ്ങനെ അതിനുശേഷം അതിൽ പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് പ്രോസ്പെരിറ്റി ആണ് ഹിന്ദുയിസത്തിൽ. വൺ ഓഫ് ദ അഷ്ടമംഗല ചിഹ്നാസ് 8 ഓസ്പീഷ്യസ് സിമ്പിൾസ് ഉണ്ട് ഹിന്ദുയിസത്തിൽ. അതിലൊന്നാണ് ഇത്. ഇന്നും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ശങ്കരാചാര്യർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഗാർലാൻഡ് ചെയ്ത് സ്വീകരിക്കാൻ പാടില്ല, അതിന് വേഷ്ടി കൊടുക്കാനും പാടില്ല, പൂർണ്ണ കലശം കൊടുത്തിട്ട് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പൂർണ്ണ കലശം ഇതിൽ കൊത്തിവെച്ചിരുന്നു. പിന്നെ കുറച്ച് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഒന്ന് വെസ്റ്റേൺ സൈഡും സദേൺ സൈഡും എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടി ഉറപ്പാക്കിയ ഇഷ്ടിക ബേസുകൾ കിട്ടുകയുണ്ടായി. പിന്നെ അതല്ലാതെ കുറച്ച് ടെറക്കോട്ട പ്രതിമകൾ, ധാരാളം പ്രതിമകൾ, അതും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ പ്രതിമകൾ കിട്ടാൻ പാടില്ല. ഇതൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ പ്രൊഫസർ BB ലാൽ എത്തുന്നത്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു. അതൊരു ഇഷ്യൂ ആക്കി അന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അത് പ്രധാനമായിട്ടും JNUവിലെയും അതേപോലെ അലിഗറിലെയും അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പ്രൊഫസർ ലാൽ അവിടെ എക്സ്കവേഷൻ നടത്തിയെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉപോത്ഭരമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു.
ഇവരിലാരും തന്നെ ആർക്കിയോളജിസ്റ്റ് ആയിരുന്നില്ല. ഇവരൊക്കെ ചരിത്രകാരന്മാരായിരുന്നു. 2, ഇവർക്ക് ആർക്കിയോളജിയെക്കുറിച്ച് ടെക്നിക്കൽ സബ്ജക്റ്റാണ്, ഇതിനെക്കുറിച്ച് അറിയില്ല. ആർക്കിയോളജിയെക്കുറിച്ച് പിന്നെ സംസാരിക്കാനുള്ള ഡൊമൈൻ കോമ്പിറ്റൻസ് ഇല്ലാത്ത ആളുകളാണ്. 3, ഇവരാരും തന്നെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തികച്ചും തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ ലാൽ സാറിന് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു. നോ, വി ഹാവ് ഗോട്ട് എ നമ്പർ ഓഫ് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഡിഫെൻസീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഞാനന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെപ്യൂട്ടി സൂപ്രിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റായിട്ടാണ്. ഞാൻ അതിനുശേഷം ഒരു പ്രൊഫസർ ലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കൊടുത്തു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. ഐ വാസ് ദ ഓൺലി മുസ്ലിം ആർക്കിയോളജിസ്റ്റ് ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ എക്സ്കവേഷൻ. ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹിന്ദു ടെമ്പിളുമായി അസോസിയേറ്റഡ് ആണ്. അതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു വെച്ചു. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഐ വാസ് ദ ഓൺലി മുസ്ലിം, ഞാൻ മാത്രമായിരുന്നു ഒരു മുസ്ലിമായിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര ഒരു സാധാരണ ഹിന്ദുവിന് പ്രാധാന്യമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ സ്വമേധയ ഈ ക്ഷേത്രം ഉപേക്ഷിച്ച് ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ട് കൊടുക്കണം, ഒരു ഭവ്യക്ഷേത്രം അവർ പണിയട്ടെ എന്നും പറഞ്ഞു നിർത്തി. ഇത് തികച്ചും ഈ ഇവർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു, ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു. കാരണം അവർ മുഴുവനും എന്താണ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത്ര ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ മാത്രം അവർക്ക് ധൈര്യമുണ്ടായി. അവർ വിചാരിച്ചു ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന്. ഒന്ന്, പ്രൊഫസർ ലാൽ അദ്ദേഹം സാറിന് സംസാരിക്കാറില്ല, അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറില്ല. അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് തന്നെ ഒരു വലിയ പ്രഹരമായിരുന്നു. രണ്ടാമത് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അത് മറ്റൊരു പ്രഹരമായിട്ട് മാറി. അപ്പോൾ ഇതോടുകൂടി പിന്നെ അവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി, അവർക്ക് മറ്റൊരു മറുപടി ഇല്ലാതായിപ്പോയി. അത് ഒന്നാമത്തെ സ്റ്റേജായിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് 2003 അലഹബാദ് ഹൈക്കോടതിൻ്റെ പിന്നെ ഓർഡർ പ്രകാരം രണ്ടാമതൊരു എക്സ്കവേഷൻ നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 12 തൂണുകളുടെ ഭാഗങ്ങളായിരുന്നു. ഇപ്പം രണ്ടാമത്തെ എക്സ്കവേഷൻ നടത്തിയ അവസരത്തിൽ 12 തൂണുകളല്ല 50-ൽ പരം തൂണുകളുടെ അടിഭാഗത്തുള്ള ബ്രിക്ക് ബേസസ് കിട്ടി. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കലശമായിരിക്കും, അതിൻ്റെ കീഴെ അമൽക ഉണ്ടായിരിക്കും. ആ അമൽകയുടെ ഭാഗങ്ങൾ പള്ളിയുടെ താഴെ നിന്ന് കെട്ടി. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ശിഖര പോർഷനുണ്ട്, ആ ശിഖര പോർഷൻ്റെ ധാരാളം ആർക്കിടെക്ചറൽ മെമ്പേഴ്സ് താഴെ നിന്ന് കെട്ടുകയുണ്ടായി. ഇതിനും പുറമെ ക്ഷേത്രത്തിൻ്റെ എന്നും കുളിപ്പിക്കണം, പ്രധാനപ്പെട്ട ഡയറ്റിയെ കുളിപ്പിക്കണം. അതിൻ്റെ അഭിഷേക ജലം ഒഴുകിപ്പോകുന്ന പ്രണാള എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ പ്രണാള എപ്പോഴും മുതലയുടെ രൂപത്തിലായിരിക്കും. കാരണം മുതലയെ ഞങ്ങൾ കണക്കാക്കുന്ന ഇന്ത്യൻ ഐക്കണോഗ്രാഫിയിൽ കണക്കാക്കുന്നത് ഗംഗാ നദിയുടെ പിന്നെ റെപ്രസെൻറ്റേഷനായിട്ടാണ്. അത് കിട്ടി. അപ്പോൾ ഇതേപോലുള്ളൊരു മുതലയുടെ മുഖം ഒരിക്കലും തന്നെ ഒരു മസ്ജിദ് ഏരിയയിൽ നിന്ന് കിട്ടുകയില്ല. ഇതിനും പുറമെ 243 പ്രതിമകൾ കിട്ടുകയുണ്ടായി. അതിൽ പാമ്പിൻ്റേതുണ്ട്, സ്ത്രീയുടേതുണ്ട്, ചെണ്ട കൊട്ടുന്നൊരു സ്ത്രീയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൊരു ചെണ്ട കൊട്ടുന്ന സ്ത്രീയുടെ പ്രതിമ ഒരു പള്ളിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്? ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ധാരാളം കിട്ടുകയുണ്ടായി. പിന്നെ അതിനു ശേഷം ഒരു വിഷ്ണു ഹരി ശിലാഫലകം എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് വാസ് ഇൻ 20 വേഴ്സസ്. ആ 20 ലൈനുകളുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ. അതിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, ഈ മഹാവിഷ്ണു ക്ഷേത്രം ബാലിയെ കൊന്ന ആൾക്കാൻ വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്ന്. ആരാണ് ബാലിയെ കൊന്നത്? രണ്ടാമത് പറയുന്നത് 10 തലയുള്ള ആളെ കൊന്ന ആൾക്കാണ് സമർപ്പിക്കുന്നത്. അതാരാണ്? ശ്രീരാമനാണ്. ഇങ്ങനെയുള്ള വളരെ കനമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിലെത്തിയതും അത് പിന്നീട് സുപ്രീം കോർട്ട് തന്നെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ സുപ്രീം കോർട്ട് ചെയ്തൊരു വളരെ ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റാണ്. കാരണം മുസ്ലിങ്ങൾക്ക് 2.67 ലാൻഡിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൊടുത്തു. അവിടെ
ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു ഭവ്യമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയും അതേപോലുള്ള മറ്റ് സാംസ്കാരിക സൗധങ്ങളും ഉയരുമെന്നാണ് നമുക്കുള്ള പ്രതീക്ഷ. അപ്പോൾ ഇതൊരു നല്ല ശുഭ പര്യാവസായിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. അതിന് നമ്മളെല്ലാവരും ശരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒന്ന് ഹോണറബിൾ സുപ്രീം കോർട്ടാണ്. അവരുടെ ജഡ്ജ്മെൻറ്റ് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ജഡ്ജ്മെൻ്റ് ആക്കാനും അതേപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത്. ഈ താങ്കളൊരു മുസ്ലിം ആണെങ്കിലും ഈ രാമക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രാമക്ഷേത്രം എന്തുകൊണ്ട് അവിടെ വീണ്ടും വരണം, പുനഃസൃഷ്ടിക്കപ്പെടണം എന്ന് ചിന്തിച്ചു? ഞാനൊരു ആർക്കിയോളജിസ്റ്റ്. പള്ളി തന്നെ തുടരട്ടെ എന്നൊരു മനസ്സിൽ പോലും അങ്ങനെ ഒരു വിചാരം വരാതിരുന്നു? ഒരിക്കലും ഉണ്ടായില്ല. കാരണം ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്. അപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് സയൻറ്റിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അപ്രോച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും, ആർക്കിയോളജിക്കലി ആയിരിക്കും. പിന്നെ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മുടെ നാട്ടിൻ്റെ എല്ലാറ്റിനെയും യൂണിഫൈങ് ചെയ്യുന്നൊരു ഫോഴ്സാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ആളുകളെയും യൂണിഫൈ ചെയ്യുന്നൊരു ഫോഴ്സാണ്. അദ്ദേഹം ഇവിടെ മാത്രമല്ല, എൻ്റയർ ഏഷ്യ. ഇപ്പോൾ നമ്മൾ ചൈനയിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് രാമായണമുണ്ട്, കൊറിയയിൽ പോവുകയാണെങ്കിൽ അവിടെയുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിലുള്ള വിയറ്റ്നാം, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ മുസ്ലിം കൺട്രീസാണ്. അവർക്കും അവരുടേതായിട്ടുള്ള രാമായണമുണ്ട്. അപ്പോൾ ഈ രാമായണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റയർ ഏഷ്യ ഒരു യൂണിഫൈങ് ഫോഴ്സിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ശക്തിയാണ്. അതിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് ഞാൻ കൾച്ചറൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ കടമയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഞാൻ 100-ൽ പരം ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും കൊള്ളക്കാരുടെ, ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരുടെ കൂടെ നിന്നുകൊണ്ട് അവിടെ 80-ൽ പരം ക്ഷേത്രങ്ങൾ അവിടെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ടുള്ള ജോബാണ്. ഏത് സമയത്തും മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കേണ്ട സ്ഥലങ്ങളാണ് ഈ ചമ്പൽക്കാടുകളൊക്കെ. അപ്പോൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറി. അതൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ സാംസ്കാരിക കാര്യങ്ങളോടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയാണോ അതിനെ ആശ്രയിച്ച് നിൽക്കും. പക്ഷേ ഇതിന് ശേഷം ബാബറി വിധിക്ക് ശേഷം ഇപ്പം ഗ്യാൻവാപ്പിയിലായാലും മധുരയിലെ മോസ്കായാലും ഇവിടെയൊക്കെ ഇപ്പം ഗ്യാൻവാപ്പിയിൽ സർവേ നടക്കുന്നു. ഇതൊരു പ്രവണതയായി മാറുന്നുണ്ട്. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് പിന്നെ ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെതാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപ്പി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓ, എത്ര പലതാണ് അവിടെ. നിങ്ങൾ ഇപ്പം പോയി നോക്കിയാലും അത് ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ ഗ്യാൻവാപ്പി കിടക്കുന്നത്. അതിൻ്റെ നേരെ മുമ്പിൽ നന്ദി എന്ന് പറയുന്നത് ശിവൻ്റെ വാഹനമാണ്. വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ആ നന്ദി നേരെ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, അയോധ്യയുടെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ. പക്ഷെ അതിനിടെയാണ് പുരാവസ്തു ഗവേഷകനായ KK മുഹമ്മദിന്റെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അയോധ്യയ്ക്ക് പിന്നാലെ ഗ്യാൻവാപ്പിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് KK മുഹമ്മദ് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവനയും അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്?
ടോം, നമുക്ക് ഈ നിലവിലെ പ്രസ്താവന ചർച്ച ചെയ്യുന്നതിന് ഒപ്പം ഈ എന്ത് തരത്തിലാണ് അയോധ്യ വിധിയിൽ കെ മുഹമ്മദ് സ്വാധീനിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ഏത് തരത്തിൽ ഈ വിധിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾക്ക് കാരണക്കാരനായി എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം സ്വമേധയാ നടത്തിയ അല്ലെങ്കിൽ അക്കാദമിക താല്പര്യങ്ങളോടുകൂടി നടത്തിയ അയോധ്യ ബാബറി മസ്ജിദ് പള്ളിയിൽ നടത്തിയ ഒരു പര്യവേക്ഷണം, ആ പര്യവേക്ഷണത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെതായ ചില ചെറിയ തെളിവുകൾ കിട്ടുന്നു. പിന്നീട് ഈ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന് ഒരു വശത്തു നിന്നും വാദമുയർന്നപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ സർക്കാരിൻ്റെ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് ഒരു വാർത്താസമ്മേളനം വിളിച്ച് തങ്ങൾക്ക് ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഈ കെ മുഹമ്മദ്. അതിനുശേഷം പിന്നീട് വാദമുഖങ്ങൾ പലതും കോടതികളിലൊക്കെ ഉയരുന്നു. അലഹബാദ് ഹൈക്കോടതി ഈ പള്ളിയിൽ പര്യവേക്ഷണം വേണമെന്ന ഒരു ഉത്തരവിറക്കുന്നു. പിന്നീട് ഈ കെ മുഹമ്മദ് കൂടി ഉൾപ്പെട്ട സമിതി നടത്തിയ ഈ പര്യവേക്ഷണത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസ് പോയപ്പോൾ ആ കേസ് അനുകൂലമായി രാമജന്മഭൂമി അനുകൂലമായ വിധി ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്ത് ഒരു തരത്തിൽ കാരണക്കാർ ഈ അയോധ്യയിൽ ഈ ക്ഷേത്രം ഉയരുമ്പോൾ അതിന് കാരണക്കാരനായ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ കൂടിയാണ് ഈ കെ മുഹമ്മദ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹമാണിപ്പോൾ ഈ 2 ക്ഷേത്രങ്ങൾ കൂടി ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ സ്വമേധയാ വിട്ടു നൽകണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു 2 ഘട്ടമായി തിരിച്ച സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ 2ആയി തിരിച്ച ഒരു സംഭവമായിരുന്നു ബാബറിയുടെ തകർക്കൽ. പിന്നീട് വർഷങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും അവിടെ ക്ഷേത്രം ഉയരുകയും ചെയ്തു. അടുത്ത ഈ മാസം അവസാനം ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റ് ചില ഇടങ്ങളിൽ കൂടി പള്ളികൾക്ക് മേൽ അവകാശവും വാദവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഏറ്റവും പ്രധാനമായി ഹിന്ദു സംഘടനകൾ ആവശ്യമുന്നയിക്കുന്ന 2 ക്ഷേത്രങ്ങളാണ്, 2 പള്ളികളാണ് കാശിയിലെ ഗ്യാൻവാപിയും ഒപ്പം മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും. ഈ 2 പള്ളികളിലും ക്ഷേത്രങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് തന്നെയാണ് കെ മുഹമ്മദ് വ്യക്തമാക്കുന്നത്. 2ഇടങ്ങളിലും പര്യവേക്ഷണം നടത്തിയിട്ടുള്ള ആളാണ് താൻ. അതുകൊണ്ട് ഈ പള്ളിക്കുള്ളിലെ പല നിർമ്മാണങ്ങളും ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ രാമജന്മഭൂമി പോലെ കൃഷ്ണൻ ജനിച്ച സ്ഥലവും ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കാശിയും, ഈ 2ഇടങ്ങളിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുസ്ലിങ്ങൾ തയ്യാറാവണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മറ്റിടങ്ങളിലൊന്നും പിന്നീട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ഈ 3 ക്ഷേത്രങ്ങൾ, അതായത് അയോധ്യയിലെ ക്ഷേത്രം, മധുരയിലെ കൃഷ്ണന്റെ ക്ഷേത്രം, കാശിയിലെ ശിവന്റെ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങൾ ലഭിക്കുന്നതുകൂടി തൃപ്തരായി ഹിന്ദുക്കൾ ഈ മറ്റു ക്ഷേത്രങ്ങളിൽ മേലുള്ള അല്ലെങ്കിൽ പള്ളികളിൽ മേലുള്ള അവകാശവാദം അവസാനിപ്പിക്കണമെന്നും പറയുന്നു. എന്തായാലും വളരെ പ്രസക്തമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വളരെ സജീവമായി അന്തരീക്ഷത്തിൽ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ മുഹമ്മദ് തന്റെ അഭിപ്രായവുമായി അല്ലെങ്കിൽ തന്റെ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ വിധിയിലേക്ക് നയിച്ച സാഹചര്യവും കാരണം ബി.ജെ.പി. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ്, അയോധ്യ ഒരു രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് കെ മുഹമ്മദിനെ പോലെ ഒരു പുരാവസ്തു ഗവേഷകന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഗ്യാൻവാപി ഉൾപ്പെടെ ഉള്ള 2 പള്ളികളും ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾ വിട്ടു നൽകണമെന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട്, അഭിപ്രായം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇതോടൊപ്പം ഈ അയോധ്യയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് സമ്മാനിക്കാൻ വജ്രമാല നിർമ്മിച്ചിരിക്കുകയാണ് സൂറത്തിലെ ജ്വല്ലറി ഉടമ കൗശിക് കാക്കതിയ. അമേരിക്കയിൽ നിന്നെത്തിച്ച 5000 വജ്രങ്ങൾ ഉപയോഗിച്ച് 35 ദിവസമെടുത്താണ് 700 ഗ്രാം തൂക്കമുള്ള വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനാണ് സൂറത്തിലെ രാജേഷ് ജ്വല്ലറി ഡയറക്ടർ കൗശിക് കാകതിയ വജ്രമാല നിർമ്മിച്ചത്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വജ്രങ്ങൾക്ക് പുറമെ 2 കിലോഗ്രാം വെള്ളിയിലുമായാണ് ഈ മാല ഒരുക്കിയത്. രാമക്ഷേത്രമാണ് വജ്രമാല നിർമ്മിക്കാൻ പ്രചോദനമെന്ന് കൗശിക് കാകതിയ പറഞ്ഞു. ये जो हमने राम मंदिर बनाया है, इसमें 5000 से प्लस अमेरिकन डायमंड यूज हुए हैं और ये 2 किलो चांदी में बना हुआ है. इसका मेन ये जो बनाया हमने, इसके में जो प्रेरणा मिली, ये जो अभी अयोध्या में जो नवनिर्मित हो रहा है राम मंदिर, वहीं से हमें प्रेरणा मिली है. इसमें जो छोटे छोटे जो दिख रहे हैं ना आपको नक्शी काम, उसमें जो रामायण के जो मेन पात्र है, जो मेन अध्याय है, उसको हमने इसमें दर्शाने की ट्राई की हुई है पूरी. ക്ഷേത്ര മാതൃകയ്ക്കൊപ്പം ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹനുമാനെയും വജ്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്.
വിദഗ്ധരായ 40 സ്വർണ്ണപ്പണിക്കാർ 35 ദിവസമെടുത്താണ് വജ്രമാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ये हमने बनाया 30 दिनों में बनाया हुआ है और 40 से ज़्यादा वर्करों की मदद से ये काम हुआ है. ये नेकलेस का हम जो अभी राम मंदिर का जो इनोग्रेट होने वाला है, तभी हम राम अयोध्या में वहाँ पे हम भेंट देना चाह रहे हैं. അമൂല്യ വജ്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ മാല ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തുമെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് കൗശിക്കിനെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കടുവ ഭീതിയിലാണ് വയനാടും മലയോര മേഖലകളും. വീണ്ടും കടുവയെ കണ്ടതോടെ കടുത്ത ഭീതിയിലാണിപ്പോൾ വയനാട്ടിലെ പുൽപ്പള്ളി എന്ന പ്രദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയെയും ഏതാനും കുഞ്ഞുങ്ങളെയും ഈ സമീപ ദിവസങ്ങളിൽ നാട്ടുകാർ കണ്ടിരുന്നു. കടുവയെ പിടികൂടാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മേഖലയിൽ കടുവയെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് പുൽപ്പള്ളിയിലെ പാടിച്ചിറ, ചൂനാട്ടുകവല ഗ്രാമങ്ങൾ. കടുവയെയും 3 കുഞ്ഞുങ്ങളെയുമാണ് നാട്ടുകാർ നേരിൽ കണ്ടത്. ഇതിനു പിന്നാലെ ചെതലത്ത് റേഞ്ച് ഓഫീസിലെ വനപാലകരുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മേഖലയിൽ മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിയമം അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ കന്നുകാലിനെ പിടിക്കുന്നവർ മനുഷ്യരെ പിടിക്കുന്നവർ വരെ നോക്കി നിന്നാൽ ഇവിടെ ജനങ്ങൾ ഇവിടുന്ന് വിട്ടുപോകേണ്ട ഗതിയോടുണ്ടായതുകൊണ്ട് അത്തരത്തിൽ ഉടനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ ജനകീയമായിട്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഞാൻ പണിക്കായിട്ട് പോകുമ്പോഴാണ് ഇതിനെ കാണുന്നത്. യാദർശമായിട്ട് ഞാൻ കാണുന്നതാണ്. ഞാൻ പേടിച്ച് പോവുകയും ചെയ്തു. അത് ആ പറമ്പിൽ നിന്ന് ആ പറമ്പിലേക്ക് ക്രോസ് ചെയ്യാറുമാണ് ഞാൻ കണ്ടത്. അതേസമയം ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും ജാഗ്രതാ സമിതി വിളിച്ച് കടുവാ ഭീതി അകറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്ഥലം സന്ദർശിച്ച ബത്തേരി MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം 3 ദിവസമായി പ്രകടമായിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും എല്ലാവരും ഇവിടെയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് CCFനും അതോടൊപ്പം തന്നെ DFOയ്ക്കും റേഞ്ച് ഓഫീസർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ചെതലയം റേഞ്ച് ഓഫീസിന്റെയും നേതൃത്വത്തിൽ പ്രദേശത്ത് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കാനും തെരച്ചിൽ തുടരാനും തീരുമാനമായി. അതേസമയം ഭീതി പടർത്തുന്ന കടുവയെ പിടികൂടി ആശങ്ക അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. പ്രഭാത കേരളം തുടരുകയാണ്. പ്രഭാത കേരളം ഇന്ന് തൃശ്ശൂരിൽ നിന്നാണ്. നമുക്കറിയാം ഇന്നത്തെ വാർത്താ പ്രാധാന്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുകയാണ്. ഏകദേശം 2 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സംഗമം സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ്. അതിനു മുൻപ് ഈ കാണുന്ന റൗണ്ടിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കുന്നത്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് BJP പറയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് വലിയ ആവേശം നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്, പരിപാടി തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണത്തിന്റെ തുടക്കമായി പോലും ഇതിനെ രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നുണ്ട്. പുതിയ പ്രഖ്യാപനങ്ങൾ, അതായത് തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ പ്രഖ്യാപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, വലിയ നിയന്ത്രണങ്ങൾ ഉണ്ട് തൃശ്ശൂരിൽ. ഗതാഗത നിയന്ത്രണങ്ങൾ എപ്പോൾ മുതലാണ്? സ്കൂളുകൾക്ക് അവധി. അതോടൊപ്പം എത്രത്തോളം സുരക്ഷയിലാണ്, പോലീസ് സുരക്ഷയിലാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരമുള്ളത്? ഇന്നത്തെ ഈ ദിവസത്തിന്റെ അടക്കം പ്രത്യേകത നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു പരിപാടിയെ BJP കാണുന്നത്? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മുൻപൊന്നും കാണാത്ത രീതിയിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളാണ്, ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ റൗണ്ടിന് ചുറ്റുമുള്ള എല്ലാ വഴികളും കൃത്യമായ ബാരിക്കേഡ് വെച്ച്, പ്രധാന വഴികൾ ഒഴികെ മറ്റെല്ലാം ബാരിക്കേഡ് വെച്ച് നിലവിൽ തന്നെ രാത്രി തന്നെ അടച്ചിട്ടുണ്ട്. ഈ റൗണ്ടിന് ചുറ്റും ആളുകൾക്ക് നിൽക്കാനുള്ള, അതായത് റോഡ് ഷോ കാണാൻ വേണ്ടി ആളുകൾക്ക് നിൽക്കാനുള്ള കൃത്യമായി ബാരിക്കേഡ് വെച്ച് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് 10 മണിക്ക് ശേഷം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള ആളുകൾ എത്തിത്തുടങ്ങും എന്നൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. വാഹനങ്ങൾ റൗണ്ടിൽ ടച്ച് ചെയ്യാതെ, റൗണ്ടിൽ വരാതെ പോകാനുള്ള നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിരിക്കുന്നത്. വലിയ
തൃശ്ശൂർ വഴി കടന്നു പോകേണ്ട വലിയ വാഹനങ്ങളൊക്കെ തൃശ്ശൂർ ഒഴിവാക്കി പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്ന പ്രവർത്തകരുടെ വാഹനങ്ങൾ തൃശ്ശൂർ നഗരത്തിന് പുറത്ത് പോകുന്നതും അയ്യന്തോളും തുടങ്ങി തൃശ്ശൂർ നഗരത്തിന് പുറത്ത് പാർക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒരു 10 മണിക്ക് രാവിലെ ഒരു 10 മണിയോടെ തന്നെ SPGയും അതുപോലെ തന്നെ പോലീസും നഗരത്തില് സജീവമാകും. ചെറുവാഹനങ്ങൾ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ കടകൾ തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിൽ കാരണം വലിയ ഒരു ആൾക്കൂട്ടം 2 ലക്ഷത്തോളം ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കടകൾക്ക് മുൻപിൽ റോഡ് ഷോ കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആളുകൾ കാത്തു നിൽക്കുന്ന ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി കടകൾ തുറക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. 3000-ലധികം പോലീസിനെയാണ് നിലവിൽ തൃശ്ശൂർ നഗരത്തിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. അതിനു പുറമെ കുട്ടനെല്ലൂർ മുതൽ അദ്ദേഹം കടന്നു വരുന്ന ഓരോ വഴിയിലും കൃത്യമായ പോയിന്റിലും പോലീസിന്റെ വിന്യാസമുണ്ട്. വലിയ സുരക്ഷ. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഈ സമ്മേളന നഗരിയിലേക്ക് തന്നെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് രാവിലെ 10 മണി മുതൽ തന്നെ അപ്പോൾ ഈ സമ്മേളന വേദി സദസ്സിലേക്ക് പ്രവർത്തകരെ പ്രവേശിപ്പിച്ചു തുടങ്ങും. 2 ലക്ഷത്തോളം വനിതകൾ ഈ ഒരു സദസ്സിലുണ്ടാകുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി 1 ലക്ഷത്തോളം ആളുകൾ വേറെയും ഉണ്ടാകും. അങ്ങനെ ഒരു 3 ലക്ഷത്തിലധികം ആളുകൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ തൃശ്ശൂരിലെത്തും എന്നൊരു കണക്കൂട്ടലിലാണ് മുന്നൊരുക്കങ്ങളുള്ളത്. പൂരത്തിന് സമാനമായ തിരക്ക് ഈ സമയം തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നിയന്ത്രിക്കുന്നത് കേരള പോലീസ് അല്ല. അതുകൊണ്ട് തന്നെ കർശന നിർദ്ദേശങ്ങളാണ് SPGയുടെ ഭാഗത്തു നിന്നൊക്കെ നൽകിയിരിക്കുന്നത്. ഇന്നെന്താണെങ്കിലും ഈ ഒരു ദിവസം കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രവർത്തകർ വലിയ കൂട്ടമായിട്ട് തന്നെ ഒഴുകിയെത്തും എന്നുള്ള CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് തുടരുക. ഇപ്പോൾ S വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. വിനേഷ്, നേരത്തെ പ്രഭാത കേരളത്തിൽ നമ്മോടൊപ്പം പങ്കെടുത്ത BJP നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത ഉൾപ്പെടെയുള്ളവർ വലിയ ആവേശത്തിലാണ്. BJP ഈ ഒരു പരിപാടിയെ ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല, സ്ത്രീകളുടെ ഒരു സംഗമമായി കാണുമ്പോഴും അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായി തന്നെയാണ് ഈ ഒരു പരിപാടിയെ മോദിയുടെ, അതായത് സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന ഈ പരിപാടിയെ കാണുന്നത്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ടോം, അങ്ങനെ ഒരു പ്രതീക്ഷ BJPക്കാർക്ക് തന്നെയുണ്ട്. സാധാരണ BJP പ്രവർത്തകർക്കും ഇവിടുത്തെ നേതാക്കളും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്ന് ആണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം സാധാരണ നിലയിൽ BJP പോലുള്ള ഒരു കേഡർ പാർട്ടി ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ ഒരു സൂചന ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാവും എന്ന് തന്നെയാണ് BJP പ്രവർത്തകരും മറ്റും പ്രതീക്ഷിക്കുന്നത്. അത് മിക്കവാറും സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഒരുപക്ഷേ സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനൊന്നും കഴിയില്ലെങ്കിൽ പോലും പറയാൻ കഴിയും. അതായത് സുരേഷ് ഗോപി ഈ നാടിന് ആവശ്യമാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് സുരേഷ് ഗോപിക്ക് തന്നെയായിരിക്കും അവസരം എന്നുള്ള രീതിയിലേക്ക് പറയാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. അതുപോലെ തന്നെ വനിതകളുടെ ഈ വനിതാ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വനിതാ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാസ്സാക്കണം. ഇന്നലെ നമ്മൾ നടത്തിയ ഒരു ചർച്ചയിൽ തന്നെ ആളുകൾ UDFും LDFും എല്ലാം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ഈ ബില്ല് പാസ്സാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് ഇപ്പോഴാണ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോഴും അതിൻ്റെ കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് നീക്കിയതിന് ശേഷം മാത്രമേ കഴിയുള്ളൂ എന്നായിരുന്നു അതിന് BJP പ്രതിനിധിയുടെ മറുപടി അതായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് കേരളത്തിൽ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രധാനമന്ത്രിയുടെ ഈ പരിപാടി മഹിളാ സമ്മേളനം കൊണ്ട് കഴിയും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം BJPക്ക് അകത്ത് വലിയ തോതിലുള്ള
വിഭാഗീയതയും തമ്മിലടിയും രൂക്ഷമാണ്. സംസ്ഥാന അധ്യക്ഷൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ശോഭാ സുരേന്ദ്രൻ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, വി മുരളീധരൻ ഒരു വിഭാഗം, കൃഷ്ണദാസിൻ്റെ മറ്റൊരു വിഭാഗം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ BJP വലിയ തോതിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര നേതൃത്വത്തിന് പോലും ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാവരും ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക, ഈ പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരും ഈ പറഞ്ഞ ഈ വിഭാഗത്തിലുള്ളവരെല്ലാം തന്നെ തൃശ്ശൂരിൽ എത്തിക്കുക, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുടെ ഭാഗമാക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെ ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് അതാണ്. മറ്റൊന്ന് വോട്ട് BJPക്ക് സാധാരണ ക്രൈസ്തവ സഭയ്ക്ക് ഇവിടെ 40% വോട്ടുള്ളത്. ആ 40% വോട്ട് പൂർണ്ണമായും തങ്ങൾക്ക് എത്തിക്കുക. അതിലൊരു 30% BJP പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് 25% വരുന്ന വോട്ടർമാരുള്ള ഈഴവ വിഭാഗമാണ്. ഈ രണ്ട് വിഭാഗങ്ങളും ഒപ്പം നിന്നാൽ ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അതൊക്കെ തന്നെയാണ് എന്തായാലും തൃശ്ശൂർ പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസവുമായി തന്നെയാണ് BJP ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത്. വ്യക്തമാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ BJP വലിയ കണക്കുകൂട്ടലിലും പ്രതീക്ഷയിലുമാണ്. തൃശ്ശൂർ ഇത്തവണ പിടിക്കാൻ കഴിയും, തൃശ്ശൂർ എടുക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. പക്ഷേ ഇത്തവണ സുരേഷ് ഗോപിയിലൂടെ തന്നെ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തന്നെയാണ് BJPയുടെ അവകാശവാദം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ആ രീതിയിലുള്ള പല പ്രതീക്ഷകളും BJP പങ്കുവയ്ക്കുന്നുണ്ട്, നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തൃശ്ശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തൃശ്ശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഇന്ന് തൃശ്ശൂരത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് 2 മണിക്കാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് റോഡ് ഷോ, പിന്നീട് പൊതുസമ്മേളനം, അതായത് സ്ത്രീകളുടെ മഹിളാ സംഗമം. ഈ 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന സ്ത്രീകൾ മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ അദ്ദേഹം കേരളത്തിലെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്തായാലും നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതോടെ ഇന്നത്തെ പ്രഭാത കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.